CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിശ്വാസയോഗ്യമല്ല എക്സിറ്റ് പോളുകളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2004 വീണ്ടും BJP സർക്കാർ അധികാരത്തിൽ വരുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പക്ഷേ അതിനെ നിഷ്പ്രഭമാക്കി. ഒപ്പം തന്നെ 2021 നിരവധി ഏജൻസികൾ നടത്തിയ സർവേകളിൽ UDFന് മേൽക്കൈ, ഒപ്പം തന്നെ NDA 1 മുതൽ 7 വരെ സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു. അതെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് AK ബാലൻ ഇപ്പോൾ അത് സംബന്ധിച്ച വിശകലനങ്ങൾ നടത്തുകയും ചെയ്തത്. അസംബന്ധമാണ്, വിശ്വാസയോഗ്യമല്ല എക്സിറ്റ് പോളുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വിജിൻ, ഇത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. 2004ലെയും മറ്റു ചില സർവേ ഫലങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് AK ബാലൻ നിലവിൽ വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ പൂർണ്ണമായും തള്ളുന്നത്. എന്തായാലും BJPക്ക് ഇത്തവണ അനുകൂലമായ ഒരു സാഹചര്യവും നിലവിലില്ല. 2019 മോദി അനുകൂല തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം നിലവിൽ ഇല്ല. അതിന്റെ ഒരു മന്ദത തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടു. അതിനുശേഷമാണ് തീവ്രമായ വർഗീയതയിലേക്ക് നരേന്ദ്രമോദി തന്നെ പ്രചാരണം ആ രീതിയിലേക്ക് മാറ്റിയത്. എന്തായാലും കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ പട്ടിണിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. BJP ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന കാര്യം ഈ സർവേ ഫലങ്ങൾക്ക് മുകളിൽ ഒരു ജനങ്ങളുടെ വികാരം ഉണ്ടാകും എന്നാണ് AK ബാലൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ BJPക്ക് അനുകൂലമായ ചില സർവേ ഫലങ്ങളെയും പൂർണ്ണമായും AK ബാലൻ തള്ളുകയാണ്. 3 സീറ്റ് വരെ BJP നേടും എന്നാണ് ചില സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഒരു പച്ച നുണയാണ് എന്നും AK ബാലൻ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് മുഴുവൻ സീറ്റും നേടുക. അതിൽ LDF എത്ര, UDF എത്ര എന്ന കണക്ക് 2 ദിവസത്തിനകം പുറത്തു വരികയും ചെയ്യും. എന്തായാലും ഇതിൽ CPMന് വലിയ നേട്ടം, ഇടതുപക്ഷത്തിന് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യം AK ബാലൻ വ്യക്തമാക്കുന്നു. ആ രീതിയിലുള്ള പ്രചരണമായിരുന്നു LDF നയിച്ചത്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ MP ഗോവിന്ദൻ മാസ്റ്ററുടെയും ഒക്കെ നേതൃത്വത്തിലാണ് പ്രചരണം നടന്നത്. അതിൽ കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും AK ബാലൻ വ്യക്തമാക്കുന്നു. എന്തായാലും ആറ്റിങ്ങലിലും ഒപ്പം തന്നെ തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് BJPക്ക് ലഭിച്ചേക്കുമെന്ന സർവേ ഫലങ്ങൾ പറയുന്നത്. അത് പൂർണ്ണമായും AK ബാലൻ തള്ളുകയും ചെയ്യുന്നു. ശരി, വിജിൻ ആണ് വിവരങ്ങൾ നൽകിയത്. BJPക്ക് കേരളത്തിൽ സീറ്റ് കിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം കേരളത്തിലുണ്ടാകും. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നാണ് AK ബാലൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്.